السلام عليكم ورحمة الله تعالى وبركاته. عن أبي هريرة رضي الله عنه قال: قيل يا رسول الله من أكرم الناس؟ قال: أتقاكم. فقالوا ليس عن هذا نسألك. قال: فيوسف النبي الله بن النبي الله بن نبي الله بن خليل الله. قالوا ليس عن هذا نسألك. قال: فأن معادن العرب تسألوني خيارهم في الجاهلية خيارهم في الإسلام إذا فقهوا. മുത്തഫഖ് അലൈഹി. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ബഹുമാനപ്പെട്ട അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു തൊട്ടുള്ള ഹദീസാണ് ഓതി കേൾപ്പിച്ചിരിക്കുന്നത്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കപ്പെട്ടു, യാ റസൂലല്ലാഹ് മൻ അക്റമുന്നാസ്, ജനങ്ങളിൽ വെച്ചുകൊണ്ട് ഏറ്റവും മാന്യൻ ആരാണ്? അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചതായ സമയത്ത് അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മറുപടി ഖാല അത്ഖാക്കും, അവരിൽ വെച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ സൂക്ഷ്മത പാലിക്കുന്ന വ്യക്തിയാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനേക്ക് ഏറ്റവും കൂടുതൽ തഖ്വ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന വ്യക്തിയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി പറയുകയുണ്ടായിരുന്നു. ഫഖാലു, വീണ്ടും അവര് പറഞ്ഞു, ലൈസ അൻ ഹാദാ നസ്അലുക, ഞങ്ങൾ അതിനെ കുറിച്ചിട്ടല്ല നബിയെ ചോദിച്ചത്. ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിൻ്റെ ചങ്ങാതിയായ സുഹൃത്തായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അദ്ദേഹത്തിൻ്റെ മകൻ യഅ്ഖൂബ് നബി അലൈഹിസ്സലാം, അദ്ദേഹത്തിൻ്റെ പുത്രൻ യൂസുഫ് നബി അലൈഹിസ്സലാമാണ് അത് എന്ന് പറഞ്ഞു. ആ മാന്യനായ വ്യക്തി യൂസുഫ് നബി അലൈഹിസ്സലാമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി പറയുകയുണ്ടായിരുന്നു. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കുറിച്ചിട്ടുള്ള ജീവിത ചരിത്രങ്ങൾ നമ്മൾക്ക് നന്നായി അറിയുന്ന സംഗതിയാണ്. അപ്പൊ യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ ആ ഒരു ജീവിതത്തിന്റെ ഒരു ശൈലിയും ആ ഒരു ചെറിയ പ്രായം മുതൽ വലിയ മുതിർന്നതായ ഉയർന്നതായ സ്ഥാനം കിട്ടുന്നത് വരെയുള്ളതായ ജീവിതത്തിലുണ്ടായതായ മാറ്റങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയവരാണ്. അപ്പോഴും ഈ ചോദിക്കുന്നതായ ആളുകൾ പറഞ്ഞു, ലൈസ അൻ ഹാദാ നസ്അലുക, ഞങ്ങൾ ഇതിനെ കുറിച്ചിട്ടല്ല നബിയെ ചോദിച്ചത് എന്ന്. ഖാല, വീണ്ടും അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഫഅൻ മആദിനിൽ അറബി തസ്അലൂനി, എന്നാൽ അറബികളുടെ തറവാടിനെ കുറിച്ചിട്ടാണോ നിങ്ങൾ ചോദിക്കുന്നത്, എന്നോട് ചോദിച്ചത് എന്ന് പറഞ്ഞപ്പോൾ അവര് പറഞ്ഞു, അതെ, അതിനെ കുറിച്ചിട്ടാണ് എന്ന് പറഞ്ഞു. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഖിയാറുഹും ഫിൽ ജാഹിലിയ്യത്തി ഖിയാറുഹും ഫിൽ ഇസ്ലാം ഇദാ ഫഖഹു, ജാഹിലിയ കാലഘട്ടത്തിൽ ഏറ്റവും ഉത്തമരായ ആളുകൾ ആരാണോ അവര് പരിശുദ്ധമാക്കപ്പെടുന്ന ദീനുൽ ഇസ്ലാമിലും ഉത്തമരാണ്. ഏത് സമയത്ത് ഇദാ ഫഖഹു, അവര് വിവരം നേടിയതായ സമയത്ത്, വിജ്ഞാനം നേടിയിരിക്കുന്നതായ സാഹചര്യത്തിൽ ഏറ്റവും അവർ ഉത്തമരായി എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായ മറുപടി. ഇത് ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചതായ ഹദീസാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഖൈറായ രീതിയിൽ ഇൽമുകൾ പഠിക്കാനും നുകരാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.